ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എഗ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പാസ്ത, മുട്ട, സവാള, വെളുത്തുള്ളി, തക്കാളി. ആദ്യം തന്നെ വെള്ളം വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണയും ഉപ്പും ചേർത്ത് പാസ്ത വേവിക്കാം. ഏത് ടൈപ്പ് പാസ്തയും നമുക്ക് ഉപയോഗിക്കാം. പാസ്ത വേവുന്ന ടൈമിൽ നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ കടായി വെച്ച് എണ്ണ വീഴ്ത്തി ചൂടായതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി മൂത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കാം. സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് സവാള ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. സവാള എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലോട്ട് തക്കാളി ചേർക്കാം. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. തക്കാളിയും ചേർത്ത് തക്കാളിയുടെ പച്ച ചുവയെല്ലാം മാറി വെള്ളമെല്ലാം വറ്റി എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല അരണ്ട് കളറൊക്കെ ചേഞ്ചായി വരണം. ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല വറ്റി വരണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ കയ്യിലില്ല. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ചേർക്കാം. കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. പൊടികൾ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ആ ടൈമിൽ പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്തയെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കുറച്ച് അരിച്ച വെള്ളം വീട്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് മസാലയെല്ലാം നല്ല വഴറ്റിയതിന് ശേഷം അതിലോട്ട് 2 മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. മുട്ടയെല്ലാം നല്ല വെന്ത് നല്ല രീതിയിൽ ചിക്കി വന്നതിന് ശേഷം വരണത് വരെ വഴറ്റിയെടുക്കാം. മുട്ടയെല്ലാം നല്ല രീതിയിൽ ചിക്കി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായിട്ടോ വൈകിട്ട് ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.